ഈ മീനൊക്കെ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് വെള്ളം ഒന്ന് കളയട്ടെ. ചിലപ്പോ മീനെ ഓക്കെ. ഇവിടെ ഒരാളെ കണ്ടോ? രണ്ടിനും രണ്ട് തീറ്റയാണ്. അപ്പൊ ഇങ്ങനെ പോകാണ്ട് ഇങ്ങനെ നടക്കുന്നത്. ഇത് എന്റെ നേരെ വരുന്നോന്ന് എനിക്കൊരു സംശയം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു തങ്കീസ് ഡയറി. അപ്പൊ ഇന്ന് നമ്മള് കുളം കുത്തുന്ന വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ മീനെ എല്ലാം കുളത്തിൽ കൊണ്ടിടാം. അപ്പൊ മീൻ എന്താ കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. ബാ, കണ്ട കൊറേ കൈതക്കോര കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെല്ലാം അത്യാവശ്യം വലിയ മീൻ തന്നെയാണ് കേട്ടോ. ഇതെല്ലാം പതച്ച് കളഞ്ഞു കേട്ടാ. രാമട്ടാ, മീൻ എന്തി? മീൻ ഉണ്ടാക്കി ഒരു 10-80 മീനെങ്കിലും കാണും ഇതിനകത്ത്. അപ്പൊ നമുക്ക് ഇതിനെ കൊണ്ടുപോയി നമ്മുടെ കുളത്തിലിടാം അല്ലേ? ഓക്കെ ഓക്കെ. അയ്യോ, തവളെ പിടിച്ചോണ്ടൊരു ചേര. ഇനിയുണ്ട് തവള ഇവിടെ. ഹലോ, അപ്പൊ നമ്മളിതാ നമ്മുടെ കുളത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് മീൻ കൃഷിയൊന്നും ചെയ്ത് പരിചയമൊന്നുമില്ല. പക്ഷെ നമുക്ക് കുറച്ച് മീനെ കിട്ടിയപ്പോൾ അതിനെ നമുക്ക് ഇവിടെ കൊണ്ടിടാന്ന് കരുതി. അതിനെ ചെറിയ മീനാണ്, നമുക്കിപ്പോൾ കഴിക്കാറായിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ വളരട്ടെ. പിന്നെ ഇതിന് മുന്നേ ഞാൻ കുറച്ച് മീനെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് വെള്ളത്തിൻ്റെ pH ഒന്നും ഞാൻ നോക്കിയിട്ടൊന്നുമല്ല ഇട്ടത്. പക്ഷെ ഇപ്പോഴും ആ മീനെല്ലാം ഇതിലുണ്ട്. കാരണം ഇതിൻ്റെ ബബിൾസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. കണ്ടോ? അപ്പോൾ മീനൊക്കെ ഇതിലുണ്ട്, ചത്തുപോയിട്ടില്ല. അപ്പം നമുക്ക് ബാക്കിയുള്ള ഈ മീനെയും കൂടെ ഇടാം. ഈ മീനൊക്കെ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് വെള്ളം ഒന്ന് കളയട്ടെ. ചിലപ്പോൾ മീൻ ചാടി അതിനകത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. എന്നാലും എന്തോരം മീനുണ്ടെന്ന് കാണിച്ചു തരാം. കണ്ടോ? കാണാമോ? കണ്ടോ? ഇത്ര മീനെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതിലും ചെറിയ മീനായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് മീനെ ഇടാം. ഓക്കെ. മീനെ കാണാമോ റോമുട്ടിന്? ഇടട്ടെ? കുറച്ച് വെള്ളം കൂടി എടുക്കാം. കണ്ടോ? മീമി കണ്ടോടാ? മീമി കണ്ടോ? മീമി എല്ലാം പോയി. കുളത്തില് പോയി. ഇതുണ്ടോ? ഇതില് ഞാനൊരു പായല്, ഈ പായല് ഞാൻ ഇതിന് മുന്നേ കൊണ്ടിട്ടിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇത് കുറേ നിറയെ സ്പ്രെഡ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ മീനിനൊരു പ്രൊട്ടക്ഷൻ ആവും. ഇനി നമുക്കിത് വലയൊക്കെ ഇട്ട് ഇതിനെല്ലാം ഒന്ന് സംരക്ഷിക്കണം. അതിന് മുന്നേ ഞാൻ മീൻ ഇടാൻ വന്നപ്പോൾ അവിടെ ഒരാളെ കണ്ടോ? ആള് തവളയൊക്കെ പിടിച്ച് തിന്നിട്ട് ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കുകയാണ്. നമ്മളെ വലിയ ശല്യമൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, അത് കഴിച്ചിട്ട് പൊക്കോട്ടെ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് മീനിൻ്റെ തീറ്റയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് കണ്ടോ? ഇത് നമ്മൾ വളത്ത് കരട്ടിയില്ല, കരട്ടി കൈതക്കോര എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. അപ്പം വളത്ത് കൈതക്കോരയ്ക്കും അതല്ലാത്ത നമ്മൾ ടാങ്കിലൊക്കെ വളർത്തുന്ന അങ്ങനെയൊക്കെയുള്ള ടാങ്കിൽ വളർത്തുന്നതും അതല്ലാണ്ട് പുഴയിലൊക്കെ വളരുന്ന കൈതക്കോരയില്ലേ, രണ്ടിനും രണ്ട് തീറ്റയാണ്. അപ്പം ഇത് ഈ പുഴയിലൊക്കെ വളരുന്ന കൈതക്കോരയ്ക്കുള്ള തീറ്റയാണ് കേട്ടോ. അപ്പം ഇത് കുറച്ചിട്ട് കൊടുത്താൽ മതി, അവർക്കുള്ള തീറ്റ ഇതിൽ നിന്ന് തന്നെ കിട്ടും. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുക്കട്ടെ. അവിടെ ഒരാൾ തലയൊക്കെ പൊക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. വലിയ ശല്യമൊന്നും ഇല്ല, എന്നാലും ഒരു പേടി. മതിയല്ലോ, മതി. കണ്ടോ? മീനൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ pH കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പക്ഷെ ഇപ്പം നമ്മൾ ട്രയൽ ഒന്ന് മീനെ ഇട്ട് നോക്കിയപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. കാരണം എല്ലാ മീനിന്റെ ബബിൾസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ബാക്കിയൂടെ കിട്ടിയ മീനെ നമ്മൾ അങ്ങ് ഇട്ടതാ കേട്ടോ, അല്ലേ? ആ
ഇത് ഇവിടെ എല്ലാം ബബിൾസ് നമുക്ക് കാണാം. കണ്ടോ, അവർ ഇങ്ങനെ തുള്ളിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നേരത്തെ ഉള്ള മീനുകളും ഉണ്ട്, ഇപ്പം ഇട്ട മീനും ഉണ്ട്. ഈ ചാക്കല്ല ആക്ച്വലി ഇത് എന്താ കയറാണ്. കയറൊക്കെ ഇട്ട് നന്നായിട്ട് ഇവരത് അതിൻ്റെ ചുറ്റുപാടും എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് വെള്ളം ഓവർഫ്ലോ വരുവാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പൈപ്പൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ വേറൊരു തവള. എനിക്ക് ഈ കുളംകുത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് തൊട്ട് ലാസ്റ്റ് വരെ, ഇപ്പം ഇന്ന് മീനെ ഇട്ട വരെ ഉള്ള വീഡിയോസ് എനിക്ക് ഫുൾ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതായത് തുടക്കമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അന്ന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് നിങ്ങളെ കാണിക്കാം. ശരിക്കും ഇതൊരു കണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. ഇങ്ങനെ തട്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം ആണ് ഇവർ നികത്തി ഇത്രയും, അതായത് ഒരു മാസത്തിൽ കൂടുതൽ നിന്ന ഒരു വർക്കായിരുന്നു ഇതെന്ന് പറയുന്നത്. കാരണം അവർ അതുപോലെ എല്ലാ ഡേയ്സിലും, അതായത് സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ഡേയ്സും വന്ന് അവരിത് ഈ കുളംകുത്ത് ചെയ്യുമായിരുന്നു. ഇവരൊക്കെ തൊഴിലുറപ്പിൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ഒരാൾ ചെയ്യുന്ന എഫേർട്ട്, അവർ ചെയ്യുന്നൊരു ഹാർഡ് വർക്ക് നമ്മളവരത് അംഗീകരിക്കണം അല്ലേ. അപ്പോൾ ഇത്രയും ദിവസം ചെയ്തത് കൊണ്ടാണ് അത്രയും നല്ല വൃത്തിയിൽ നീറ്റായിട്ട് തന്നെ അവരത് കുളം കുത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരെയൊക്കെ ഈ വീഡിയോയിൽ കാണിക്കണമെന്ന് തോന്നിയത്. ആദ്യം ഇവരിങ്ങനെ ഷേപ്പിൽ ഇത് മാറ്റിയെടുത്തിട്ട് പിന്നെ ഈ മണ്ണെല്ലാം മാറ്റി പൊക്കത്ത് ഇങ്ങനെ വെക്കുമായിരുന്നു. അതിനുശേഷം തടിയിലോട്ട് ചെളിയായി തുടങ്ങി. വെള്ളം ഇങ്ങനെ കൂടി വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ചെളിയായി. അതെല്ലാം അവർ കൈകൊണ്ടാണ്. പിന്നെ നമ്മളൊരു ദിവസം മോട്ടർ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളം കളയാനായിട്ട്. പിന്നെ ഈ കയറെല്ലാം വരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം എത്ര ഫിനിഷിങ്ങോടെയാണ് അവർ ചെയ്തതെന്നല്ലേ. പക്ഷെ ആ ഒരു ടൈമിൽ ഞാനിവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അത് കെട്ടുന്നതൊന്നും കാണാൻ പറ്റിയില്ല. പലപ്പോഴായിട്ട് വന്ന ടൈമിലൊക്കെ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെനിക്കത് കാണിച്ചു തരാൻ പറ്റിയ സന്തോഷമുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം, അന്ന് മണ്ണും ചെളിയൊക്കെ ആയിട്ട് മോശമായിട്ട് കിടക്കുമായിരുന്നു വെള്ളം. പക്ഷെ വെള്ളത്തിന് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം വെള്ളമൊക്കെ നല്ല ഒരു ചെറിയ കലക്കലൊക്കെ മാറിയിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിന് ശേഷം കേട്ടോ ഞാൻ ട്രയൽ മീനെ ഇട്ടത്. അപ്പോൾ ട്രയൽ മീനെ ഇട്ട് 2-3 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ ബബിൾസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറയാനാണെങ്കിൽ നല്ല രീതിയിൽ നോക്കാമെങ്കിൽ മീൻ കൃഷി തന്നെ നല്ലൊരു ലാഭമുള്ളൊരു പരിപാടിയാണ്. നല്ല രീതിയിൽ അതിനെ നമ്മൾ നോക്കാമെങ്കിൽ നല്ലതാണ്. ചേര ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നിറയെ തവളകളുണ്ട്. അത് കാരണം ഈ തവളകളെ പിടിക്കാനായിരിക്കും ഇതിങ്ങനെ പോകാണ്ട് ഇങ്ങനെ നടക്കുന്നത്. ഇത് എൻ്റെ നേരെ വരുന്നോന്ന് എനിക്കൊരു സംശയം. ദിവസത്തെ ആ ചേച്ചിമാരിന്ന് കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇത്രയും വലിയൊരു കുളം ഉണ്ടാക്കിയതല്ലേ. ഇപ്പം നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ കൊണ്ട് മീനെ ഇടുന്നു. പക്ഷെ എങ്കിൽ പോലും ആ ചേച്ചിമാരെ എത്ര ദിവസത്തെ കഷ്ടപ്പാടാണല്ലേ. എന്തായാലും സത്യം പറഞ്ഞാൽ മീനൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര സന്തോഷം. നിങ്ങൾക്കും ആ സന്തോഷം ഉണ്ടായില്ലേ? എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനി നമുക്ക് ഇടയ്ക്ക് മീന് തീറ്റയൊക്കെ കൊടുക്കണം, പിന്നെന്താ വലയൊക്കെ ഇടണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.